എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. തക്കാളി കുമ്പളങ്ങയും തേങ്ങ അരച്ച കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം കുമ്പളങ്ങ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് തക്കാളിയും ചേർത്ത് വേവിച്ചെടുക്കണം. തക്കാളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള തക്കാളി നോക്കിയെടുക്കാം. 2 പച്ചമുളക് എടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വേവിച്ചെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ഒരു കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പകുതി മുറിയുടെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2-3 കറിവേപ്പില, 2-3 തണ്ടല്ല, ഒരു 2-3 ഇല കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം എല്ലാ തേങ്ങ അരച്ച കറികൾക്കും നമ്മൾ കോമൺ ആയിട്ട് ഇതൊക്കെ തന്നെയായിരിക്കും എടുക്കുന്നത്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുഴുവൻ വെള്ളവും വറ്റിപ്പോയിട്ടില്ല, കുറച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഒറ്റ തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി ചൂടായി വന്നതിന് ശേഷം താളിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് താളിച്ചൊഴിക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായതിന് ശേഷം കറി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും.
ഏകദേശം തേങ്ങ അരച്ച കറികളൊക്കെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.